നമസ്കാരം. ലോക ചാപ്റ്റർ 2026ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിന് പിന്നാലെ ഇന്ത്യക്ക് ഇനി ലോകകപ്പിൽ എന്ത് സാധ്യതയെന്ന ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. ഗ്രൂപ്പ് 1-ലെ രണ്ടാം മത്സരം പൂർത്തിയായതോടെ ഇന്ത്യ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം പോരാ, വൻ വിജയം അനിവാര്യമായിരിക്കുന്നു ഇന്ത്യക്ക്. നമുക്ക് പോയിന്റ് ടേബിൾ ഒന്നുകൂടി പരിശോധിക്കാം. പോയിന്റ് ടേബിളിലേക്ക് പോയാൽ നിലവിൽ വെസ്റ്റ് ഇൻഡീസാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം ഗ്രൂപ്പിൽ ഉള്ളത്. മരണ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചിരിക്കുന്നു. അതിലേറെ +5.35 എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് വെസ്റ്റ് ഇൻഡീസിന് ഉണ്ട് എന്നതാണ് അവരുടെ കരുത്ത്. ദക്ഷിണാഫ്രിക്ക ആദ്യ മത്സരത്തിലെ വിജയത്തോടെ +3.800 എന്ന നെറ്റ് റൺ റേറ്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്ത്യ മൂന്നാം സ്ഥാനത്ത്, സിംബാബ്വെ നാലാം സ്ഥാനത്ത്. ഇനിയുള്ള മത്സരങ്ങൾ ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനോടും സിംബാബ്വെയോടും മത്സരിക്കേണ്ടതുണ്ട്. ആ രണ്ട് ടീമുകളിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് കടക്കേണ്ട രണ്ട് ടീമുകളാണ് സെമിയിലേക്ക് പോവുക. ആ രണ്ട് ടീമുകളിൽ ഒന്നാകാൻ ഇന്ത്യക്കിനി മുന്നിൽ രണ്ട് മത്സരമാണ് ഉള്ളത്. വെസ്റ്റ് ഇൻഡീസിനെയും സിംബാബ്വെയെയും വലിയ മാർജിനിൽ തോൽപ്പിച്ചാലും മറ്റ് മത്സരഫലമെല്ലാം ഇന്ത്യക്ക് നിർണായകമാവുകയും ചെയ്യുന്നു. ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെയും സിംബാബ്വെയെയും തോൽപ്പിക്കുക എന്നത് കൂടി ഇന്ത്യക്ക് മുന്നിലുള്ള എളുപ്പ വഴിയായി മാറുകയാണ്. അതായത് സ്വന്തമായി ജയിച്ചാൽ മാത്രം പോരാ, മറ്റ് ടീമുകളുടെ മത്സരഫലവും ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ഭാവി. നമ്മോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് മാത്യു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ഓരോ മത്സരം കഴിയുമ്പോഴും ഈ മരണ ഗ്രൂപ്പിലെ പോരാട്ടങ്ങൾ വളരെ ആവേശത്തോടെയാണ് ആളുകൾ കാണുന്നത്. അതിലേറെ ഇന്ത്യൻ ആരാധകർക്ക് അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നെറ്റ് റൺ റേറ്റ് ഒക്കെ ഇനി വളരെ നിർണായകമാകും. വിനിഷ, തീർച്ചയായും ഒരുപക്ഷെ ഇന്ത്യൻ ആരാധകർ ഇത്തരത്തിൽ ഇന്ത്യയെ ഒരു ഞാലുമേൽ കളിയിൽ സെമിയിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതല്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ സിംബാബ്വെക്കെതിരെ ഒരു വലിയ കൂറ്റം ജയമാണ് വെസ്റ്റ് ഇൻഡീസ് സ്വന്തമാക്കിയത്. അതോടുകൂടി തന്നെ അവരുടെ നെറ്റ് റൺ റേറ്റ് 5 ഉയർന്നതാണ് ഇന്ത്യക്ക് ഇപ്പോൾ നിലവിൽ തിരിച്ചടിയായിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇന്ത്യക്ക് സെമിയിലേക്ക് എത്താൻ വേണ്ടി രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇന്ത്യ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക. അതിനോടൊപ്പം തന്നെ ദക്ഷിണാഫ്രിക്ക ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളതാണ്. അതായത് വെസ്റ്റ് ഇൻഡീസിനെയും സിംബാബ്വെയും ഇനിയുമുള്ള മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക തോൽപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെയും സിംബാബ്വെയും തോൽപ്പിക്കുകയും വേണം. ഇനി അതല്ല സാഹചര്യമെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇന്ത്യക്ക് പരുങ്ങലാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഈ വലിയ രീതിയിലുള്ള ഒരു റൺ റേറ്റ് അത് ഇന്ത്യയെ ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിലെ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക അങ്ങനെ ഒരു പരാജയം നേടിയാൽ എല്ലാ ടീമുകൾക്കും, അതായത് ദക്ഷിണാഫ്രിക്കയ്ക്കും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനും ഇന്ത്യക്കും രണ്ട് വിജയങ്ങൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും ഈ മരണ ഗ്രൂപ്പിൽ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ നെറ്റ് റൺ റേറ്റ് ആർക്കാണോ അവർക്കായിരിക്കും മുമ്പോട്ടുള്ള യാത്ര സാധ്യമാകുക. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് വലിയൊരു വിജയം നേടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബാറ്റിംഗ് നിരയിലും അല്ലെങ്കിൽ നമ്മുടെ ആദ്യ ഇലവനിലൊക്കെ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ അത്തരത്തിലുള്ള വലിയ മാർജിനിലേക്ക് വിജയം നമുക്ക് സമ്മാനിക്കാൻ. അതാണ് ഈ ടൂർണമെന്റിൽ ചെറിയ ടീമുകളോട് പോലും വളരെ പരുങ്ങിയാണ് ഇന്ത്യ വിജയിച്ചത് എന്നത് കൂടി കാണണം. കാരണം അത്രയും വലിയ ഒരു ആത്മവിശ്വാസത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ എന്ന് ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ ചോദിക്കുന്നുണ്ടാകും. കാരണം വലിയ പരുങ്ങലോടെയാണ് പല ടീമുകളോടും, അമേരിക്കയോടാകട്ടെ നെതർലൻഡ്സിനോടാകട്ടെ ആ അർത്ഥത്തിൽ ഇന്ത്യ മത്സരിച്ചത്. രജിഷ, തീർച്ചയായും നമുക്കൊരു ആധികാരികമായ വിജയം നേടിയെന്ന് പറയാൻ കഴിയുക പാകിസ്ഥാനോട് മാത്രമാണ്. മറ്റെല്ലാ മത്സരങ്ങളിലും ഏതെങ്കിലും ഒരു താരത്തിൻ്റെ മാത്രം പ്രകടനത്തിനെ ആശ്രയിച്ചാണ് ഇന്ത്യ കടന്നുകൂടിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്കെതിരെയാണെങ്കിലും അതുപോലെ തന്നെ നെതർലൻഡ്സിലൊക്കെ ആണെങ്കിലും അവരുടെ ഒരു ഇൻഎക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് ഇന്ത്യക്ക് ആ ഒരു വിജയം സമ്മാനിക്കാനും കാരണമായത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു വലിയ മാർജിനുള്ള വിജയം സാധ്യമാണോ എന്നുള്ളത് അത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അത് സിംബാബ്വെയോട് പോലും അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് ഇന്ത്യക്ക് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നിരയൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ എക്സ്പോസ് ഒരു സാഹചര്യത്തിൽ സ്പിന്നിനെ, പ്രത്യേകിച്ച് ഓഫ് സ്പിന്നർമാരെ നേരിടുന്നതിന് മുന്നേറ്റ നിര പതറുന്നൊരു സാഹചര്യത്തിൽ അത് സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ സംശയം എപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോഴും ഇന്ത്യക്ക് വിജയിക്കുകയും വേണം, അതിനോടൊപ്പം മറ്റുള്ളവരുടെ വിജയം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ശരി മനീഷ്, എന്തായാലും വലിയ വിജയം ഇന്ത്യ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം സിംബാബ്വെയോട് ചെന്നൈയിലാണ് അടുത്ത മത്സരം നടക്കേണ്ടത്. എന്തായാലും വളരെ ആവേശത്തോടെ തന്നെ ആ മത്സരത്തെ കാണേണ്ടതുണ്ട്. കാരണം സെമിയിലേക്ക് പോകാൻ ഇനി ഇന്ത്യക്ക് വിജയമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ചില കണക്കുകൾ കൂടി നോക്കിയാൽ ലോകകപ്പ് സൂപ്പർ 8ലേക്ക് കടന്നതേയുള്ളൂ. പക്ഷേ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു നാണക്കേടിന്റെ റെക്കോർഡ് ഇപ്പോൾ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യൻ ടീം. ഏറ്റവും കൂടുതൽ താരങ്ങൾ 0-ന് പുറത്തായ ടീം എന്ന റെക്കോർഡാണ് ഇന്ത്യക്ക് മേൽ ഇപ്പോൾ തന്നെയുള്ളത്. അഭിഷേക് ശർമ്മ തുടരെ 3 ഡക്കുകൾ. അക്ഷർ പട്ടേൽ കളിച്ച 3-ൽ 2-ലും ഡക്ക്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4-ഉം സൂപ്പർ 8-ൽ 1-ഉമടക്കം 5 മത്സരങ്ങളിൽ മാത്രം ഇന്ത്യൻ താരങ്ങൾ 0-ന് പുറത്തായത് 1ഉം 2ഉമല്ല 11 തവണയാണ്. ഈ ലോകകപ്പ് കളിക്കുന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ. ഓപ്പണർ ഇഷാൻ കിഷനും ഫിനിഷർ റിങ്കു സിംഗും ഓൾറൗണ്ടർമാരായ ശിവം ദുബെ, ഹർദിക് പാണ്ഡ്യ എന്നിവരും ഡക്കിൽ പുറത്തായവരുടെ പട്ടികയിലുണ്ട്. വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ എന്നിവരും ഓരോ തവണ 0-ന് പുറത്തായി.
ലോകകപ്പുകളിൽ ഇന്ത്യയുടെ ഏറ്റവും മോശം ഡക്ക് റെക്കോർഡാണ് ഈ ലോകകപ്പിലെ 11. കിരീടം നേടിയ കഴിഞ്ഞ ലോകകപ്പിൽ 6 തവണ മാത്രമാണ് ഇന്ത്യൻ ബാറ്റർമാർ റൺസ് എടുക്കാതെ പുറത്തായത്. ഈ ലോകകപ്പിൽ അസോസിയേറ്റ് രാജ്യങ്ങൾ പോലും ഇന്ത്യയെക്കാൾ മികച്ച നിലയിലാണ്. 8 പേർ 0-ന് പുറത്തായ ഇറ്റലിയാണ് ഇന്ത്യക്ക് പിന്നിലുള്ളത്. ഒമാൻ താരങ്ങൾ 7-ഉം പാകിസ്ഥാൻ താരങ്ങൾ 6 തവണ 0-ന് പുറത്തായി. കൂട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് തിളക്കമുള്ള സ്ഥാനവുമുണ്ട്. ഈ ലോകകപ്പിൽ ഒരു ദക്ഷിണാഫ്രിക്കൻ താരവും 0-ന് പുറത്തായിട്ടില്ല. അനാവശ്യ ആക്രമണോത്സുകത മാറ്റി ഇന്ത്യൻ താരങ്ങൾ ക്രീസിൽ ഉറച്ചുനിന്ന് കളിക്കാനും സ്ട്രൈക്ക് കൈമാറാനും ശ്രമിക്കണമെന്നാണ് മുതിർന്ന താരങ്ങൾ നിർദ്ദേശിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ക്രിക്കറ്റ് ലോകം വീണ്ടും കരീബിയൻ കരുത്തിനെ വീണ്ടും ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. 2016-ൽ ആരും സാധ്യത കൽപ്പിക്കാതിരുന്ന സമയത്ത് നിന്ന് വെസ്റ്റ് ഇൻഡീസിനെ ലോക കിരീടത്തിലേക്ക് നയിച്ച ആ നായകൻ ഇന്ന് അതേ ആവേശത്തോടെ പരിശീലകന്റെ വേഷത്തിൽ ടീമിലുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജും കടന്ന് സൂപ്പർ 8-ൽ ഗംഭീര ജയത്തോടെ സെമി സാധ്യതയും സജീവമാക്കിയിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ്. 2016 ഏപ്രിൽ 13 ക്രിക്കറ്റ് ലോകം ഒന്നാകെ എഴുതിത്തള്ളിയ വെസ്റ്റ് ഇൻഡീസ് ലോക കിരീടം ഒരിക്കൽ കൂടി തലയിലേറ്റി. അന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കരീബിയൻ നെടുംതൂണായത് അവരുടെ നായകൻ ഡാരൻ സമി. 2020-ൽ 2 കിരീടങ്ങൾ നേടിയ ഒരേയൊരു നായകൻ എന്ന റെക്കോർഡ് ഇന്നും സമിയുടെ പേരിലാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് ലോകകപ്പ് എത്തുമ്പോൾ സമി വിൻഡീസിനൊപ്പം ഉണ്ട്. നായക വേഷത്തിലല്ല, പരിശീലക കുപ്പായത്തിൽ. 2016-ലെ അതേ അനുഭവം സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിന് തൊട്ടു മുൻപ് ഡാരൻ സെമി പറഞ്ഞ വാക്കുകളിൽ വ്യക്തമാണ്. ഇത്തവണയും ടീമിനെ എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ കിരീടമെന്ന മോഹം തന്നെയാണ് സമിയുടെ ലക്ഷ്യം. ഓസ്ട്രേലിയയെയും ശ്രീലങ്കയെയും അട്ടിമറിച്ച സിംബാബ്വെ സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിന് മുന്നിലെത്തിയപ്പോൾ തകർന്നു. വിൻഡീസ് താരങ്ങളുടെ ദിനത്തിൽ അവരുടെ മുന്നിലെത്തുന്നത് ആരായാലും കരുതിയിരിക്കണമെന്നത് ഇന്ത്യക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരേപോലെ ആധിപത്യം പുലർത്തുന്ന വിൻഡീസ് ഓരോ മത്സരത്തിനും വ്യക്തമായ ഗെയിം പ്ലാനോടെയാണ് ഇറങ്ങുന്നത്. വെടിക്കെട്ട് തീർക്കാൻ തുടക്കം മുതൽ കരുത്തരുടെ വമ്പൻ താരനിര. ബൗളർമാരുടെ കൃത്യതയും ടീമിനെ അപകടകാരികളാക്കുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പോരാളികളുടെ വീര്യവുമായി ഡാരൻ സെമിയുടെ സംഘം 3-ാം ലോക കിരീടം ലക്ഷ്യമിട്ട് മുന്നേറുകയാണ്. ക്യാപ്റ്റനായി ഇരട്ട കിരീടം നേടി ചരിത്രം കുറിച്ച സമിക്ക് ഇത്തവണ പരിശീലകനായി കപ്പുയർത്താൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയാൽ 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്നും സൂപ്പർ പോരാട്ടമുണ്ട്. മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും പാകിസ്ഥാനും നേർക്കുനേർ വരികയാണ്. രാത്രി 7-ന് പല്ലക്കലയിലാണ് മത്സരം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ ഇഷ മാത്യു ഒരിക്കൽ കൂടി ചേരുകയാണ്. മനീഷ, ആതിഥേയരായ ശ്രീലങ്കയെ തോൽപ്പിച്ച ഒരു ആത്മവിശ്വാസം ഇംഗ്ലണ്ടിനുണ്ട്. പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ആദ്യ ജയത്തിനായി. രുചിഷ, തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം അത് ഒരു ബോൾ പോലും എറിയാതെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ന്യൂസിലൻഡിനെതിരെ പേമദാസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു ഫുൾ മാച്ച് കളിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിലാണ്. ഒരു വലിയ ഗ്യാപ്പ് ഈ മത്സരങ്ങൾക്കിടയിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. അതേസമയം ഇംഗ്ലണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ ചെറിയ ടീമുകളോട് പോലും പതറുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പല്ലക്കല്ലിൽ വെച്ച് തന്നെ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് മേൽ ഒരു ആധിപത്യം പുലർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ നോക്കൌട്ട് റൗണ്ടുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഇംഗ്ലണ്ട് അവരുടെ ഒരു തനി സ്വരൂപം എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ മത്സരം ഏറെ ആവേശത്തോടെയാണ് ലോകകപ്പ് ആരാധകർ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ സ്പിൻ നിരയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിരയും തമ്മിലൊരു പോരാട്ടം എനിക്കും ഇന്നും പല്ലക്കലിൽ നടക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യ മത്സരത്തിൽ മത്സരം നടക്കാത്തതിനെ തുടർന്ന് 1 പോയിന്റ് മാത്രമാണ് അവരുടെ അക്കൗണ്ടിലുള്ളത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് സെമി സാധ്യതകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയും. പക്ഷേ പാകിസ്ഥാൻ ഇന്ന് വിജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പുറത്തേക്ക് പോകുന്ന അടക്കമുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളത് എല്ലാവരും തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ 2-ാം സ്ഥാനത്തെത്തിയ ടീമുകളാണെങ്കിൽ പോലും ശക്തരായ ടീമുകളാണ്. ന്യൂസിലൻഡും ശ്രീലങ്കയും ഇംഗ്ലണ്ടും ഒക്കെ ശക്തരായ ടീമുകളായതുകൊണ്ട് തന്നെ ഓരോ ജയവും ഏറ്റവും നിർണായകമാകുന്ന ഒരു സാഹചര്യം കൂടാണുള്ളത്. എന്തായാലും ഇംഗ്ലണ്ട് ഒരു ജയം കൂടി നേടി സെമിയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാന് സെമി സാധ്യതകൾ നിലനിർത്താൻ ഇന്ന് വിജയിച്ചേ മതിയാകൂ. രജീഷ്, ശരി മനീഷ, അതാണ് ഈ 2020 ലോകകപ്പിൽ സൂപ്പർ 8 പോരാട്ടങ്ങൾ വരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഒരു ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് വരുന്നത്. അസോസിയേറ്റ് രാജ്യങ്ങളിൽ എല്ലാവരും തന്നെ പുറത്തായി. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട പോരാട്ടമാണ് സൂപ്പർ 8. ഓരോ മത്സരത്തിനും അതിൻ്റെതായ പ്രാധാന്യവും ഉണ്ട്. ഇനി ചില ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ലോകകപ്പിൽ സിംബാബ്വെക്കെതിരായ സൂപ്പർ 8 പോരാട്ടത്തിൽ അക്ഷർ പട്ടേലിനെ ടീമിൽ എത്തിക്കണമെന്ന് മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ. അർഷദീപ് സിംഗിന് പകരം താരത്തിനെ ഉൾപ്പെടുത്തണം എന്നാണ് ഗവാസ്കറിന്റെ നിലപാട്. സിംബാബ്വെ നിരയിൽ കൂടുതൽ ഇടംകൈയ്യൻ ബാറ്റർമാരില്ലെന്നും അതുകൊണ്ട് അക്ഷറിനെ കൊണ്ടുവരുന്നത് ഇന്ത്യക്ക് ഗുണമാകുമെന്നും ഗവാസ്കർ പറഞ്ഞു.
സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയോടേറ്റ തോൽവിക്ക് പിന്നാലെ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും അഭിഷേക് ശർമ്മയുടെയും ചൂടേറിയ ചർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്ത്. സിംബാബ്വെക്കെതിരായ മത്സരത്തിന് ചെന്നൈയിലെത്തിയപ്പോഴാണ് സംഭവം. വിമാനത്താവളത്തിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുമ്പോഴാണ് ചർച്ചയുണ്ടായത്. നിരന്തരമായി അവസരങ്ങൾ അഭിഷേകിന് ലഭിച്ചിട്ടും ഫോമിലേക്ക് ഉയരാൻ സാധിക്കാത്തത് ഗംഭീറിനെ ചൊടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെ ക്യാമറയ്ക്ക് മുന്നിൽ ഈ പ്രഹസനം ആവശ്യമില്ലെന്ന് ഗംഭീറിന് ആരാധകരുടെ പരിഹാസം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ICCക്ക് രൂക്ഷ വിമർശനം. മാധ്യമങ്ങൾക്ക് വിലക്കുള്ള സ്ഥലങ്ങളിൽ പോലും ഇൻഫ്ലുവൻസർമാർ താരങ്ങളുടെ വീഡിയോയും ക്രിക്കറ്റ് മത്സരങ്ങളുടെ ദൃശ്യങ്ങളും പകർത്തി ഉപയോഗിക്കുന്നതിനാണ് വിമർശനം. 2020 ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിന് ശേഷം ഡേവിഡ് മില്ലറുമായുള്ള ഇൻഫ്ലുവൻസറും RJയുമായ ഫ്രൻസി പരീഖിന്റെ വീഡിയോ ചൂണ്ടിക്കാണിച്ചാണ് വിമർശനങ്ങൾ. ആരാധകർ പുറത്തും ഇൻഫ്ലുവൻസർമാർ അകത്തും എന്ന രീതിയിലാണ് വിമർശനങ്ങൾ. ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് ലീഗായ ദ 100-ൽ പാക് താരങ്ങളെ ആവശ്യമില്ലാത്തവർക്കൊപ്പം കളിക്കാൻ താല്പര്യമില്ലെന്ന് പാകിസ്ഥാൻ ഓപ്പണർ സായിദ് ഫർഹാൻ. ലേലത്തിൽ ഫ്രാഞ്ചൈസികൾ താരങ്ങളെ വാങ്ങുന്നത് തങ്ങളുടെ തീരുമാനപ്രകാരമല്ല. ലീഗിൽ കളിക്കാൻ താല്പര്യമുണ്ടെന്നും പാക് താരങ്ങളെ ആവശ്യമുള്ള ഫ്രാഞ്ചൈസികൾ ലേലത്തിൽ എടുത്താൽ കളിക്കുമെന്നും ഫർഹാൻ വ്യക്തമാക്കി. അണ്ടർ-19 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന് 14-കാരൻ വൈഭവ് സൂര്യവംശിയെ ആദരിച്ച് ബീഹാർ സർക്കാർ. ഔദ്യോഗിക വസതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ താരത്തിന് 50 ലക്ഷം രൂപ സമ്മാനവും നൽകി. ബീഹാർ ഉപമുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തു. ഇംഗ്ലണ്ടിനെതിരെ ഫൈനലിൽ 80 പന്തിൽ 175 റൺസ് വൈഭവ് അടിച്ചെടുത്തിരുന്നു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ട് ഇന്നേക്ക് 16 വർഷം. ഏകദിന ചരിത്രത്തിൽ 200 റൺസ് നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡും സച്ചിന്റെ പേരിലാണ്. 2010 ഫെബ്രുവരി 24-ന് ഗ്വാളിയോറിൽ വെച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിരുന്നു സച്ചിന്റെ വെടിക്കെട്ട് പ്രകടനം. വ്യാജ സമൂഹ മാധ്യമ പോസ്റ്റുകൾക്കെതിരെ തുറന്നടിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ. താരത്തിന്റെ രണ്ടാം വിവാഹത്തിന് പിന്നാലെ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകൾക്കെതിരെയാണ് വിമർശനം. മുൻ ഭാര്യയ്ക്കെതിരെ ധവാൻ എന്ന രീതിയിലായിരുന്നു പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നത്. ഭൂതകാലത്തെ പോസിറ്റീവായും ബഹുമാനത്തോടെയുമാണ് കാണുന്നതെന്ന് താരം എക്സിൽ കുറിച്ചു. കഴിഞ്ഞുപോയ കാലത്തെ വീണ്ടും വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധവാൻ വ്യക്തമാക്കി. ശനിയാഴ്ചയാണ് ശിഖർ ധവാനും സുഹൃത്ത് സോഫിയും വിവാഹിതരായത്.